പ്രധാനമന്ത്രിയുടെ വരവോടെ ഉരുൾപൊട്ടൽ നടന്ന ഇടങ്ങളിൽ മാത്രമല്ല വയനാട് ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രനും ഓവർ കേളും ഇതേ നിലപാടിലാണ്. ജില്ലയെ ആകമാനം പരിഗണിക്കുന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക പാക്കേജാണ് ആവശ്യമെന്നും മന്ത്രിമാർ ന്യൂസ് 8 പറയുന്നു. കേൾക്കാം ആ വാക്കും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു ദിനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു. സർക്കാർ വിപുലമായ പാക്കേജ് ഇതിനകം തന്നെ ദുരന്തബാധിതർക്ക് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ കൈത്താങ്ങില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത ഒരു അവസ്ഥയുമുണ്ട്. നമുക്കൊപ്പം രണ്ട് മന്ത്രിമാരുണ്ട്, മന്ത്രി ശശീന്ദ്രനും ഓവർ കേളും. അവർ ഈ ദുരന്തം നടന്ന അന്ന് മുതൽ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുവാണ്. ശ്രീ കേളു ഈ നാട്ടിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയുമാണ്. നമുക്ക് മിനിസ്റ്ററോട് തന്നെ ചോദിക്കാം, പ്രധാനമന്ത്രിയുടെ വരവിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ദേശീയ ശ്രദ്ധ ആകർഷിച്ച സമാനതകളില്ലാത്ത ഒരു ദുരന്തവും ആൾനാശവും ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ. നൂറുകണക്കിന് ആളുകളാണ് മരിക്കാനിടയായത്. ആയിരങ്ങൾ റെസ്ക്യൂ ക്യാമ്പുകളിലുമാണ്. സുരക്ഷാ നിരീക്ഷണ പരിശോധന നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഗുണപരമായ മാറ്റമാണ്. പക്ഷേ ദുരന്തബാധിതരെ സംരക്ഷിക്കുക എന്നതും അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതുമാണ് ഇനി സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി നേരിടണമെങ്കിൽ വമ്പിച്ച സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു 10-100 വീടുകൾക്ക് വെച്ചു കൊടുത്തുകൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല ഇത്. വയനാട് ജില്ലയിലെ ശ്രദ്ധേയമായ ഒരു ചെറു പട്ടണം ആകെ ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതുപോലൊരു ജീവിത സാഹചര്യം, അവർ നേരത്തെ ജീവിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ജനങ്ങളുടെ മുമ്പിലും ഭരണകൂടത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന ഇതിനകം തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോട് സഹകരിച്ചുകൊണ്ട് ധാരാളം ആളുകൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെയുണ്ടായ ദുരന്തം ബാധിതർക്ക് ആശ്വാസം നൽകാൻ മതിയായ ഒരു തുകയായി മാറുന്നില്ല. അപ്പോൾ ഈ പ്രതിസന്ധി നേരിടണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്രത്തിന്റെ കലവറയില്ലാത്ത പിന്തുണ ആവശ്യമാണ്. ദുരന്തമേഖലയിൽ തിരച്ചിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേന്ദ്രം വളരെ സഹായകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന കാര്യം ഞങ്ങളാരും വിസ്മരിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. അവർക്ക് വാസയോഗ്യമായ വീടുകൾ വേണം, നഷ്ടപ്പെട്ടുപോയ വിദ്യാലയങ്ങളുണ്ടാകണം, കച്ചവട സാധനങ്ങളുണ്ടാകണം, കടകളുണ്ടാകണം, വായനശാല ഉണ്ടാകണം, ആശുപത്രി ഉണ്ടാകണം, തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊരു പ്രത്യേക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ആലോചിക്കുന്നത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാൻ വണ്ണം പ്രവർത്തിക്കാനാവുമോ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കേരളം ആകെ കാതോർക്കുന്നത്. എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്? ഓരോ മിനിറ്റിലും അവർ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രധാനമന്ത്രി പറയുക? മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്? ഞങ്ങളും അത് തന്നെയാണ് കാതോർക്കുന്നത്. പക്ഷേ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാതോർക്കുന്നത്.
പ്രധാനമന്ത്രിയുടെ നിലപാട് അനുകൂലമായ നിലപാടായിരിക്കുമെന്നും ഈ സാമ്പത്തിക ബാധ്യത നല്ലൊരു പങ്ക് മുഴുവൻ വേണമെന്ന് ഞങ്ങൾ പറയില്ല, എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കേന്ദ്രഭരണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അവിടെ ഒരു തർക്കം നിൽക്കുന്നുണ്ട്. L1 ആണോ, L2 ആണോ, L3 ആണോ, L4 ആണോ? ഞങ്ങളുടെ പ്രശ്നം ഈ സാങ്കേതികത്വമല്ല പ്രശ്നം. അതേത് ആയാലും കൂടുതൽ സാമ്പത്തിക സഹായം എങ്ങനെയാണ് നൽകാൻ പറ്റുക, അത് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹായധനം തരിക. അതിന് സാങ്കേതികത്വം ഒരു തർക്കമാകരുത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾ അറിയില്ല, കേരള സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമം അറിയില്ല. അവർ നിയമവും വകുപ്പും സാങ്കേതികത്വവും നോക്കിയല്ല വരുന്നത്. അവർ കോപിക്കുകയാണ്, ക്ഷോഭിക്കുകയാണ്. അപ്പോൾ വയനാടിനെയും പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ മുൻകരുതലെടുക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പാരിസ്ഥിതിക പ്രശ്നം, വ്യവസായ പ്രശ്നം, ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിശോധിക്കേണ്ടത്. അപ്പോൾ ഒരു സമഗ്രമായ ഒരു പുനർനിർമ്മിതിക്ക് വേണ്ടിയുള്ള ലക്ഷ്യബോധത്തോടു കൂടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വയനാടിനെ ഒരു സ്പെഷ്യൽ കേസായി എടുക്കണമെന്നാണ്. ദുരന്തങ്ങൾ മറ്റു സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്, ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ആശ്വാസധനം നൽകിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇന്ത്യക്കാകെ മാതൃകയായ ഒരു പ്രത്യേക പരിഗണന, ഒരു സ്പെഷ്യൽ കേസായി പരിഗണിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിന് വ്യവസ്ഥ ഞാൻ പറയുന്നില്ല. ഒരു സ്പെഷ്യൽ കേസായി ഇത് പരിഗണിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രധാനമന്ത്രി നിലപാട് സ്വീകരിക്കുമെന്ന നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലൊക്കെ മേഘവിസ്ഫോടനം വന്നപ്പോൾ 11,000 കോടി രൂപയുടെ പാക്കേജൊക്കെയാണ് നേരത്തെ കേന്ദ്രം പ്രഖ്യാപിച്ചത്. ഇപ്പം നമുക്ക് നിരന്തരം പ്രളയങ്ങൾ ഉണ്ടാവുന്ന നാടാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. പക്ഷെ നമുക്ക് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം കുറവാണ്, 240 കോടി അടുത്താണ്. പക്ഷെ മഹാരാഷ്ട്രയ്ക്ക് 2,400 കോടിയൊക്കെയാണ് നൽകുന്നത്, വലിയ സംസ്ഥാനങ്ങൾ. അത്തരമൊരു പരിഗണനയിൽ ഒരു മാറ്റം ഇനിയും വരേണ്ടതല്ലേ ഈ ഒരു സംഭവത്തിൽ? അല്ല, ഞാൻ ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നടപടിയിലെ ശരിതെറ്റുകൾ അല്ല ഇപ്പം ചർച്ച ചെയ്യുന്നത്. മറ്റൊരാൾക്ക് കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് തരണമെന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കണം. വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. വയനാടിനെ സംരക്ഷിക്കണം. ഈ ആവശ്യങ്ങളിലാണ് ഞങ്ങൾ ഉറച്ചു വെക്കുന്നത്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചാൽ മതി. അല്ലാതെ ജാർഖണ്ഡിൽ അങ്ങനെ ചെയ്തു, ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ചെയ്തില്ല, ഞങ്ങൾക്ക് ഇത്രയേ തന്നുള്ളൂ. ഈ തർക്കത്തിനൊന്നും ഇപ്പോൾ അവസരമില്ല. എങ്ങനെ പരിഹരിക്കാം? അതിനാണ് നിയമം, വ്യവസ്ഥ, മാനദണ്ഡങ്ങൾ ഒന്നും ഇതിന് തടസ്സമാകരുത്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ച് ഒരു സ്പെഷ്യൽ കേസായി പരിഗണിക്കുക. ഉത്തരാഖണ്ഡിനെ പരിഗണിച്ചതുപോലെയൊക്കെ അത് സ്പെഷ്യൽ കേസായിട്ടായിരിക്കും. അപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ദുരന്തം, ആ ദുരന്തത്തെ തുടർന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ള ചില ഭൂചലനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക, ഇതെല്ലാം സമഗ്രമായ ഒരു സുരക്ഷാ പ്രവർത്തനത്തിന്റെ ആവശ്യകതയിലേക്ക് കേരളീയ മനസ്സുകളെയും ശാസ്ത്രജ്ഞന്മാരുടെയും ശ്രദ്ധ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാമുള്ള ഉത്തരമാണ് കേരളം ചോദിക്കുന്നത്. അല്ലാതെ വയനാട്ടിലെ 10 പേരെ പുനരധിവസിപ്പിച്ചെന്ന് മാത്രമല്ല, വയനാടിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ, കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന ഉത്കണ്ഠക്ക് പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള ആശ്വാസ വാക്കുകളും പ്രഖ്യാപനങ്ങളും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു.